നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. വിവിധ ജില്ലകളിലായി 10ഓളം വിവാഹം കഴിച്ച യുവതി കുടുങ്ങി. ഓൺലൈനിൽ വിവാഹ പരസ്യം നൽകിയും സിനിമയിൽ നിന്ന് കഥകൾ മെനയുമാണ് വിവാഹ തട്ടിപ്പ് നടന്നിരുന്നത്. എറണാകുളം കാഞ്ഞിരമറ്റം സ്വദേശിയും 2 വയസ്സുള്ള കുട്ടിയുടെ മാതാവുമായ രേഷ്മയാണ് അടുത്ത വിവാഹത്തിന് തൊട്ടുമുൻപായി കുടുങ്ങിയത്. കഴിഞ്ഞ ദിവസം രാവിലെ വിവാഹത്തിനായി ഒരുങ്ങി ഓഡിറ്റോറിയത്തിലേക്ക് പോകുവാൻ നിന്ന രേഷ്മയെ പ്രതിശ്രുതപരനായ പഞ്ചായത്ത് അംഗത്തിന്റെ പരാതിയിൽ ആര്യനാട് പോലീസ് നാടകീയമായി അറസ്റ്റ് ചെയ്യുകയായിരുന്നു. 45 ദിവസം മുൻപ് വിവാഹം കഴിച്ചയാളെ കബളിപ്പിച്ചാണ് പഞ്ചായത്ത് അംഗവുമായുള്ള വിവാഹത്തിന് രേഷ്മ എത്തിയതെന്നും അടുത്ത മാസം തിരുവനന്തപുരം സ്വദേശിയായ മറ്റൊരാളുമായി വിവാഹം നിശ്ചയിച്ചിരിക്കുകയായിരുന്നുവെന്നും പോലീസ് പറയുന്നു. രേഷ്മയുടെ പെരുമാറ്റത്തിൽ സംശയം തോന്നിയതിനെ തുടർന്ന് പ്രതിശ്രുതപരനും ബന്ധുക്കളും ചേർന്ന് ഇവരുടെ ബാഗ് പരിശോധിച്ചതോടെയാണ് തട്ടിപ്പ് പുറത്തായത്. വിവാഹത്തിന് മുന്നോടിയായി രേഷ്മ ബ്യൂട്ടി പാർലറിൽ കയറിയ സമയത്ത് നടത്തിയ പരിശോധനയിൽ മുൻപ് വിവാഹം കഴിച്ചതിന്റെ രേഖകൾ അടക്കം കണ്ടെടുക്കുകയായിരുന്നു. വിവാഹ പരസ്യം നൽകുന്ന ഗ്രൂപ്പിൽ പഞ്ചായത്ത് അംഗം രജിസ്റ്റർ ചെയ്ത ഫോൺ നമ്പറിലേക്ക് മെയ് 29-നാണ് ആദ്യം കോൾ വന്നത്. യുവതിയുടെ അമ്മയാണെന്ന് പരിചയപ്പെടുത്തിയ സ്ത്രീ രേഷ്മയുടെ ഫോൺ നമ്പർ യുവാവിന് കൈമാറി. തുടർന്ന് ഇവർ പരസ്പരം സംസാരിച്ചു. ഇക്കഴിഞ്ഞ 4-ന് കോട്ടയത്ത് മാളിൽ ഇരുവരും പരസ്പരം കണ്ടു. തന്നെ ദത്തെടുത്തതാണെന്നും വിവാഹം നടത്തുന്നതിൽ അമ്മയ്ക്ക് താല്പര്യമില്ലെന്നും ഉപദ്രവിക്കാറുണ്ടെന്നും രേഷ്മ യുവാവിനെ പറഞ്ഞു വിശ്വസിപ്പിച്ചു. ഇതോടെ വിവാഹം കഴിഞ്ഞ ദിവസം നടത്താമെന്ന് യുവാവ് ഉറപ്പ് നൽകി. 5-ന് വൈകിട്ട് തിരുവനന്തപുരത്ത് വെമ്പായത്തെത്തിയ യുവതിയെ യുവാവ് കൂട്ടിക്കൊണ്ടുപോയി സുഹൃത്തിന്റെ വീട്ടിൽ താമസിപ്പിച്ചു. ഇതിനിടെ യുവതിയുടെ പെരുമാറ്റത്തിൽ അസ്വാഭാവികത തോന്നുകയായിരുന്നു. തുടർന്നാണ് കഴിഞ്ഞ ദിവസം രാവിലെ ബാഗ് പരിശോധിച്ചതും പോലീസിൽ പരാതി നൽകിയതും. ദിവസങ്ങൾക്ക് മുൻപ് തന്നെ സമാനമായിട്ടുള്ള റിപ്പോർട്ടുകളൊക്കെ പുറത്തു വന്നിരുന്നു. ദിവസങ്ങൾക്ക് മുമ്പ് വിവാഹ തട്ടിപ്പ് കേസിൽ 23-കാരിയാണ് അന്ന് അറസ്റ്റിലായത്. രാജസ്ഥാനിലായിരുന്നു ഈ ഒരു സംഭവം. 7 മാസത്തിനുള്ളിൽ വിവിധ സംസ്ഥാനങ്ങളിലായി 25 പുരുഷന്മാരെ വിവാഹം ചെയ്താണ് തട്ടിപ്പ് നടത്തിയതെന്നാണ് രാജസ്ഥാൻ പോലീസ് പറയുന്നത്. തിങ്കളാഴ്ചയാണ് അനുരാധ പാസ്വാൻ എന്ന യുവതിയെ മാൻപൂർ പോലീസ് അറസ്റ്റ് ചെയ്തത്. ഓരോ തവണയും പേരും തന്റെ ഐഡന്റിറ്റിയും മറച്ചുവെച്ചാണ് അനുരാധ തട്ടിപ്പ് നടത്തിയെന്ന് പോലീസ് പറയുന്നു. വിവാഹം കഴിച്ച് കുറച്ചുനാൾ കൂടെ താമസിക്കുകയും പിന്നീട് ആഭരണങ്ങളും പണവും വിലപിടിപ്പുള്ള വസ്തുക്കളുമായി മുങ്ങുകയുമായിരുന്നു പ്രതിയുടെ രീതി. ദരിദ്രയാണെന്നും തൊഴിൽ രഹിതയെന്നുമുള്ള സഹോദരമുണ്ടെന്നൊക്കെ അനുരാധ വരന്മാരോട് പറഞ്ഞിരുന്നു. വിവാഹം കഴിക്കുവാൻ ആഗ്രഹമുണ്ടെന്നും എന്നാൽ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ കാരണം ഇതിന് സാധിക്കുന്നില്ലെന്നും യുവാക്കളോട് പറയും. ഈ വാക്കുകളിൽ വീണാണ് പല പുരുഷന്മാരും മഞ്ജുതരാകുന്നത്. അനുരാധ വലിയൊരു വിവാഹ തട്ടിപ്പ് സംഘത്തിന്റെ നേതാവാണെന്നാണ് പോലീസ് പറയുന്നത്. അനുരാധയുടെ ചിത്രങ്ങളുമായി വരന്മാരെ സമീപിക്കുന്നത് ഈ തട്ടിപ്പ് സംഘത്തിലെ മറ്റു ചിലരാണ്. വിവാഹം ഉറപ്പിച്ചാൽ 2 ലക്ഷം രൂപ മുതൽ കമ്മീഷനും ഈടാക്കും. ഉറപ്പിച്ച് വിവാഹം സമ്മതപത്രം തയ്യാറാക്കും. പിന്നീട് വരന്മാരുടെ ആചാരങ്ങൾ അനുസരിച്ച് ദമ്പതികൾ ഒരു ക്ഷേത്രത്തിലോ വീട്ടിലോ വെച്ച് വിവാഹിതരാകും. വരനോടും വീട്ടിലെ മറ്റുള്ളവരോടും പ്രതി വളരെ നിഷ്കളങ്കമായാണ് പെരുമാറുക. ഇതിന് പിന്നാലെ വീട്ടിലുള്ളവരെ മയക്കിക്കെടുത്തി ആഭരണങ്ങൾ, പണം, മറ്റു വിലപിടിപ്പുള്ള വസ്തുക്കൾ എന്നിവയുമായി ഒളിച്ചോടുകയും ചെയ്യും. ഇതാണ് സ്ഥിരമായി അനുരാധ നടത്തിവരുന്നതെന്നാണ് പോലീസ് പറയുന്നത്. മെയ് 3-ന് സവാദ് മാധവ്പൂർ നിവാസിയായ വിഷ്ണു ശർമ്മ എന്നയാൾ പരാതി നൽകിയതോടെയാണ് തട്ടിപ്പ് പുറത്തുവന്നത്. ഏജന്റുമാർക്ക് 2 ലക്ഷം രൂപ നൽകി വിവാഹം ഉറപ്പിക്കുകയും ഏപ്രിൽ 20-ന് വിവാഹിതരാവുകയും ചെയ്തു. വിവാഹം കഴിഞ്ഞ 2 ആഴ്ചയ്ക്കുള്ളിൽ 1.25 ലക്ഷം രൂപയുടെ ആഭരണങ്ങളും 30,000 രൂപയും 30,000 രൂപയുടെ മൊബൈൽ ഫോണുമായി അനുരാധ അപ്രത്യക്ഷയായി. ഭക്ഷണത്തിൽ ഉറക്കഗുളിക ചേർത്ത് വിഷ്ണു ശർമ്മയെയും കുടുംബത്തെയും മയക്കിക്കിടത്തിയാണ് പ്രതി രക്ഷപ്പെടുന്നതെന്നാണ് പരാതിയിൽ പറയുന്നത്. അനുരാധയെ തെളിവുകളോടുകൂടി തന്നെ പിടികൂടാനായി പോലീസ് തീരുമാനിച്ചു. ഇതിനായി ഒരു പോലീസ് ഉദ്യോഗസ്ഥനെ വരനായി അവതരിപ്പിക്കുകയും ഏജന്റുമാരുമായി ബന്ധപ്പെടുകയും ചെയ്തു. 2 ലക്ഷം രൂപ കമ്മീഷനായി നൽകുകയും ചെയ്തു. തുടർന്ന് ഏജന്റ് അനുരാധയുടെ ഫോട്ടോ പോലീസിന് കൈമാറുകയും ചെയ്തു. തുടർന്ന് വിവാഹം കഴിക്കാമെന്ന് പറഞ്ഞ് വിളിച്ചു വരുത്തിയാണ് അനുരാധയെ അറസ്റ്റ് ചെയ്തത്. ഉത്തർപ്രദേശിലെ മഹാരാജ് ഗഞ്ചിലെ ആശുപത്രിയിൽ ജോലി ചെയ്തിരുന്ന അനുരാധ ഭർത്താവുമായി വേർപിരിഞ്ഞാണ് ഭോപ്പാലിലേക്ക് താമസം മാറിയതും പിന്നീട് ഈ തട്ടിപ്പ് തുടങ്ങിയതും. 6 യുവാക്കളെ വിവാഹം കഴിച്ച് സ്വർണവും പണവുമായി മുങ്ങിയ യുവതിയും കൂട്ടാളികളും പിടിയിലായി. ഉത്തർപ്രദേശിലാണ് ഈ ഞെട്ടിക്കുന്ന സംഭവം അരങ്ങേറിയത്. 7-ാം വിവാഹത്തിനുള്ള ഒരുക്കത്തിനിടെയാണ് വധുവും തട്ടിപ്പ് സംഘവും പിടിയിലായത്. വിവാഹ തട്ടിപ്പിലൂടെ സ്വർണവും പണവും തട്ടിയെടുക്കലാണ് സംഘത്തിന്റെ ലക്ഷ്യമെന്ന് പോലീസ് വൃത്തങ്ങൾ പറഞ്ഞു. വധുവുമായി ചമഞ്ഞ് തട്ടിപ്പ് നടത്തുന്നത് പൂനം എന്ന യുവതിയാണ്. പൂനത്തിനൊപ്പം ഒരു സ്ത്രീയും 2 പുരുഷന്മാരുമാണ് തട്ടിപ്പ് സംഘത്തിലുള്ളത്. സഞ്ജന ഗുപ്ത എന്ന സ്ത്രീയാണ് വധുവിന്റെ അമ്മയെ അഭിനയിക്കുക. ഒപ്പമുള്ള 2 പുരുഷന്മാർ വിവാഹ ഏജന്റുമാരായാണ് ഇരകളെ സമീപിക്കുന്നത്. സ്വത്തും പണവുമുള്ള അവിവാഹിതരായ പുരുഷന്മാരെ കണ്ടെത്തി അനുയോജ്യമായ വധുവിനെ കണ്ടെത്തി തരാമെന്ന വാഗ്ദാനമാണ് ഏജന്റുമാർ ഇരകളെ സമീപിക്കുന്നത്. ശേഷം 1.5 ലക്ഷം രൂപ തന്നാൽ വധുവിന്റെ വിലാസവും നമ്പർ നൽകാമെന്ന് പറയും.
പൂനത്തിന്റെ ഫോട്ടോ കണ്ട് ആകൃഷ്ടരായ യുവാക്കൾ ഏജന്റുമാർ ആവശ്യപ്പെടുന്ന പണം നൽകും. തുടർന്ന് ചെറിയൊരു വിവാഹ ചടങ്ങ്. വധുവിന്റെ ഭാഗത്ത് അമ്മ മാത്രമായിരിക്കും ഉണ്ടായിരിക്കുക. വിവാഹം കഴിഞ്ഞ് വരന്റെ വീട്ടിലെത്തുന്നതോടെ തട്ടിപ്പ് സംഘം തനിനിറം പുറത്തെടുക്കും. രാത്രിയോടെ സ്വർണവും പണവുമായി സ്ഥലം കാലിയാക്കും. ഇത്തരത്തിൽ പൂനവും സംഘവും 6 യുവാക്കളെയാണ് കബളിപ്പിച്ചു കടന്നു കളഞ്ഞത്. 6 വിവാഹത്തിന് ശേഷം 7ാമതൊന്നിന് തയ്യാറെടുക്കുമ്പോഴാണ് തട്ടിപ്പ് സംഘത്തിന്റെ കള്ളക്കളി വെളിച്ചത്തായത്. ശങ്കർ ഉപാധ്യായ് എന്നയാളെയാണ് തട്ടിപ്പ് സംഘം 7ാമത് സമീപിച്ചത്. ഏജന്റുമാരുടെ വാക്കുകേട്ട് ശങ്കർ പൂനത്തിനെ കാണാനെത്തി. പെൺകുട്ടിയെ ഇഷ്ടപ്പെട്ടതോടെ വിവാഹത്തിന് സമ്മതിച്ചു. വിവാഹ ദിവസം വധുവിന്റെയും അമ്മയുടെയും എല്ലാം പെരുമാറ്റത്തിൽ സംശയം തോന്നിയ ശങ്കർ വധുവിന്റെ അമ്മയുടെ ആധാർ കാർഡ് ആവശ്യപ്പെട്ടു. വ്യാജ പേരിലും വിലാസത്തിലും തട്ടിപ്പ് നടത്തുന്നതിനാൽ ഇക്കൂട്ടർ ആധാർ കാർഡ് നൽകാൻ തയ്യാറായില്ല. തുടർന്ന് വിവാഹത്തിൽ നിന്ന് പിന്മാറാൻ ശ്രമിച്ച ശങ്കറിനെ തട്ടിപ്പ് സംഘം ഭീഷണിപ്പെടുത്തി. വിവാഹം കഴിച്ചില്ലെങ്കിൽ കൊന്നുകളയുമെന്നും അല്ലെങ്കിൽ വ്യാജ കേസിൽ കുടുക്കുമെന്നും സംഘം പറഞ്ഞു. തനിക്ക് ഒന്നുകൂടി ആലോചിക്കണമെന്ന് പറഞ്ഞ് അവിടെ നിന്നിറങ്ങിയ ശങ്കർ ഉടനെ പോലീസിനെ സമീപിക്കുകയായിരുന്നു. തുടർന്ന് നടത്തിയ അന്വേഷണത്തിൽ വധുവായ പൂനത്തെയും അമ്മയായി അഭിനയിക്കുന്ന സഞ്ജനയെയും 2 കൂട്ടാളികളെയും പോലീസ് പിടികൂടി അറസ്റ്റ് രേഖപ്പെടുത്തുകയായിരുന്നു. കേസിൽ കൂടുതൽ അന്വേഷണം പുരോഗമിക്കുകയാണെന്നും പോലീസ് വൃത്തങ്ങൾ അറിയിക്കുന്നുണ്ട്. വിവാഹം കഴിഞ്ഞ് മണിക്കൂറുകൾക്കുള്ളിൽ സ്വർണവും പണവും കൊണ്ട് വധു മുങ്ങിയതായും യുവാവിന്റെ പരാതി ഉയർന്നു. ഹിമാചൽ പ്രദേശിലെ ഹാമിർപൂർ ജില്ലയിലെ സഹി ഗ്രാമത്തിലായിരുന്നു സംഭവം. ജിതേഷ് ശർമ്മ എന്ന യുവാവാണ് പോലീസിൽ പരാതി നൽകിയത്. ബബിത എന്ന യുവതിയുമായാണ് ജിതേഷിന്റെ വിവാഹം നടന്നത്. ക്ഷേത്രത്തിൽ വെച്ച് എല്ലാ ആചാരങ്ങളോടും കൂടിയായിരുന്നു ഈ വിവാഹം. ജിതേഷിന്റെ കുടുംബാംഗങ്ങളെല്ലാം ചടങ്ങിൽ പങ്കെടുക്കുകയും ചെയ്തു. അമ്മയ്ക്ക് സുഖമില്ലെന്ന കാരണം പറഞ്ഞ് വിവാഹത്തിന് ശേഷം ബബിത യമുന നഗറിലെ സ്വന്തം വീട്ടിലേക്ക് പോയിരുന്നു. ഒപ്പം തന്നെ സ്വർണവും അവർ കൊണ്ടുപോയി. 2 ദിവസത്തിനു ശേഷം മടങ്ങി വരാമെന്ന് ഉറപ്പ് നൽകിയിരുന്നുവെങ്കിലും തന്റെ ഫോൺ എടുക്കുന്നില്ലെന്ന് ജിതേഷ് പറഞ്ഞു. ബൽദേവ് ശർമ്മ എന്നയാളാണ് ഈ വിവാഹം ശരിയാക്കി തന്നതെന്നും 1.5 ലക്ഷം രൂപ ഇയാൾ ഇതിനായി കൈപ്പറ്റിയെന്നും ജിതേഷ് കൂട്ടിച്ചേർത്തു. ബബിത പോയതിന് പിന്നാലെ ബൽദേവിനെ ബന്ധപ്പെട്ടുവെങ്കിലും വിഷയത്തിൽ ഇടപെടാൻ തയ്യാറായില്ല. ജിതേഷ് പോലീസിനെ സമീപിക്കുകയും കേസ് രജിസ്റ്റർ ചെയ്യുകയും പിന്നീട് അന്വേഷണം നടത്തുകയുമായിരുന്നു. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.